Narayanan, Assistant Professor in English, and this is Sin's Education Center, Malappuram. Today, I'm going to deal with a paper, major paper 2 fiction for the BA English students, and we will deal with the first chapter, The Rob of the Peace by O. Henry. So, Johnny Belchambers was a high-ranking gentleman. He was known for the fashionable dress that he wore. He was considered to be the best-dressed man in New York and therefore in America. Tailors vied with one another in stitching dresses for him of the wear. The dress stitched by them, it would make the shops popular. He kept a man in his apartment always busy pressing his ample supply. It was the opinion of his friends that he wore his dress only for 3 hours. So, Johnny Belchambers എന്ന് പറയുന്നത് മീൻസ് ഹൈ റാങ്കിലുള്ള ഒരു ജെൻറ്റിൽമാൻ ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധരിക്കുന്ന ഫാഷനബിൾ ഡ്രസ്സിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം എന്താ പറയുക, ന്യൂയോർക്കിലും അമേരിക്കയിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്, ജോണി ബെൽചേമ്പേഴ്സിന്. അപ്പോൾ ഈ ടൈലേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരൊക്കെ മത്സരിക്കുകയായിരുന്നു, മീൻസ് അദ്ദേഹത്തിന് വേണ്ടി തുണി തയ്ക്കാനായിട്ട്. അപ്പം അവർ തയ്ച്ച ഡ്രസ്സ് അദ്ദേഹം ഇടുകയാണെങ്കിൽ പിന്നെ ആ ഷോപ്പ് പോപ്പുലർ ആവും എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഒരു ആളെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ഒരു സപ്ലൈ മതിയാവോളം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് എന്താ വെച്ചാൽ 3 മണിക്കൂറിൽ കൂടുതലായിട്ട് അദ്ദേഹം ഒരു ഡ്രസ്സും ധരിക്കാറില്ലായിരുന്നു എന്നാണ്. One day, Belchambers disappeared very suddenly. For 3 days, his friends did not bother about his absence. Later, they made enquiries about where he would have gone. There was no ground of his sudden disappearance. He had no enemies, he had no debts, and there was no women. There were several $1,000 in his bank to his credit. He never exhibited any strangeness of behavior. He simply disappeared like the flame of a candle, leaving not even a trail of smoke as a witness. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ബെൽചേമ്പേഴ്സിനെ കാണാതെയായി. 3 ദിവസത്തേക്ക് എന്താ പറയുക, സുഹൃത്തുക്കളൊന്നും അത്ര സീരിയസ് ആക്കിയിട്ടൊന്നും എടുത്തില്ല. പിന്നീട് അവരൊക്കെ അദ്ദേഹത്തിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി, എവിടെ പോയി എന്നുള്ളതൊക്കെ. പെട്ടെന്നുള്ള ഈ ഒരു അപ്രത്യക്ഷമാവൽ അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ശത്രുക്കളോ അല്ലെങ്കിൽ കടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ ആയിട്ടുള്ള ബന്ധമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ആയിരക്കണക്കിന് ഡോളേഴ്സ് ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ. അപ്പം സ്വഭാവത്തിലും അങ്ങനെ ഒരു സ്ട്രേഞ്ച്നെസ് ഒന്നും ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഒരു മെഴുകുതിരിയിലെ ഫ്ലെയിം പോലെയാണ്. മീൻസ് ഒരു സ്മോക്കോ ഒന്നുമില്ല, മീൻസ് ഒരു തെളിവും വയ്ക്കാതെ അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷനായി. Months later, 2 of Belchambers' old friends, Tom Ayers and Lancelot Gillian, went on a tour in Italy and Switzerland. They heard about a monastery of Saint Gondaru, Swiss Alps. It was told that the monastery was known for the quality of drink made by the monks there. The brass bell, which had not ceased sounding since it was first rung 300 years ago. So Ayers and Gillian decided to visit the monastery. അപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബെൽചേമ്പേഴ്സിന് 2 സുഹൃത്തുക്കൾ ആയിട്ടുള്ള ടോം അയേഴ്സും ലാൻസ്ലോട്ട് ഗിലിയനും കൂടെ ഇറ്റലിയും സ്വിറ്റ്സർലൻഡും വിസിറ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് ടൂർ പോയി. അപ്പോൾ അവർ അവിടുത്തെ ഒരു മൊനാസ്ട്രീനെ കുറിച്ച് കേട്ടിരുന്നു. സെൻറ്റ് ഗൊന്താരു സ്വിസ് ആൽപ്സ് എന്നുള്ള സ്വിസ് ആൽപ്സ് എന്നുള്ള ഈ ഒരു മൊനാസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് ഒരു ആശ്രമത്തിനെ കുറിച്ച് കേട്ടു. അപ്പം അവർ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ട് മീൻസ് അവിടുത്തെ മോങ്സ്, അവിടുത്തെ സന്യാസികൾ കൊടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ബ്രാസ് ബെല്ലുണ്ട്, ഒരു പിച്ചള കൊണ്ടുള്ള ഒരു ബെല്ലുണ്ട്. അത് 300 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് അടിച്ചതാണ്. പിന്നീട് അത് നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അവിടെ പോകാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു ആശ്രമത്തിൽ. When the friends reached the monastery, they were received warmly. They tasted the drink and saw the bell. In the afternoon, they saw a procession of monks, and they were surprised to see Belchambers in the procession. He was found wearing a snuff-colored bathrobe and eating broth from a coarse brown bowl. അപ്പം ഇവർ മൊനാസ്ട്രിയിലെത്തി. അവർക്ക് നല്ല വരവേൽപ്പാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ അവർ ആ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്തു, പിന്നെ ആ ഒരു ബെല്ല് കണ്ടു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം
ഈ സന്യാസികളുടെ ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആകെ ആശ്ചര്യപ്പെട്ടു. എന്താ വെച്ചാൽ ഈ ഒരു പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ ബെൽ ചേമ്പേഴ്സിനെ അവർ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു സ്നഫ് കളേർഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളർ മീൻസ് ഒരു കറുത്ത നിറത്തിലൊക്കെ ഉള്ള ഒരു ഡ്രസ്സ്, ഒരു ബാത്റോബ് പറഞ്ഞാൽ ഇങ്ങനെ ഗൗൺ പോലൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു സൂപ്പ് കുടിക്കുന്നതാണ്, ഒരു ബ്രൗൺ ബോൾ സൂപ്പ് കുടിക്കുന്നതാണ് അവർ കണ്ടത്. The friends obtained permission from the about to meet Bell Chambers. After some time, Bell Chambers, with an expression of ineffable peace, of rapturous attainment of perfect and complete happiness, met his friends. His eyes shone with a serene and gracious light. Bell Chambers told his friends that his name in the monastery was Brother Ambrose. He made inquiry about the fashion in the Broadway and passed comments to the design of the waistcoat worn by Tom Ayers. The friends made request to him to leave the monastery and go back to New York, where people would be happy to see him. He told them that he was happy and contented and expressed his desire to spend the remainder of his life there. He also told that it was the garment of the monk which gave him peace, not the fashionable one which he used to wear in New York. അപ്പോൾ ഈ ഫ്രണ്ട്സ് ബെൽ ചേമ്പേഴ്സിനെ കാണാനുള്ള അനുവാദമൊക്കെ വാങ്ങി. അപ്പം ബെൽ ചേമ്പേഴ്സിനെ കണ്ടപ്പോൾ തന്നെ മീൻസ് നമുക്ക് പറയാൻ കഴിയാത്ത പോലെ മീൻസ് അത്രത്തോളം സമാധാനമായിട്ട് മീൻസ് അത്രത്തോളം ഹാപ്പിയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പ്രസന്നമായിട്ടുള്ളൊരു ഫേസ് മീൻസ് എന്തൊക്കെയോ ഒരു ഗ്രേഷ്യസ് ലൈറ്റ്, എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പ്രകാശം അദ്ദേഹത്തിൽ കാണാനായിട്ട് സാധിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഈ ഒരു ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ ആംബ്രോസ് എന്നാണ്. അപ്പം അദ്ദേഹം അവിടുത്തെ ഫാഷനെ കുറിച്ചൊക്കെ ചോദിച്ചു, മീൻസ് ന്യൂയോർക്കിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ടോം അയേഴ്സിൻ്റെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം നല്ല കമൻസൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ ഈ മൊനാസ്ട്രി ആശ്രമം വിട്ടിട്ട് ന്യൂയോർക്കിലേക്ക് വരണം, അവിടെയുള്ള ആളുകൾക്കൊക്കെ സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഈ ആശ്രമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് മീൻസ് വളരെയധികം സന്തോഷം തോന്നുന്നത്. പണ്ട് ധരിച്ചിരുന്ന ഫാഷനബിൾ ഡ്രസ്സിനേക്കാളും അദ്ദേഹത്തിന് സന്തോഷം തരുന്നത് ഈ ഒരു സന്യാസികൾ ധരിക്കുന്ന ഈ ഒരു വസ്ത്രം ധരിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ദ സ്റ്റോറി ഈസ് ഓവർ there. Next is the second one, Quality by J.P. Priestley. Galsworthy's quality throws light on slow disappearance of individual initiative in the face of hectic mass production which aims at only profit rather than the quality. Poignant story of the Jesslers prove the above point. അപ്പം ഈ ഗാൽസ്വർത്തിയുടെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻസ് ഒരു ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവിന് ഒരു ഇല്ലാതെ ആവുന്നത് മീൻസ് ആ ഒരു തിരക്കുള്ള സമയത്ത് ആളുകൾ എന്താണ് പ്രോഫിറ്റ് മാത്രമാണ് നോക്കുന്നത്, ക്വാളിറ്റി നോക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതാണ് ആ ഈ ഒരു സ്റ്റോറി പറയുന്നത്. The Gessler brothers were the bootmakers. Galsworthy knows them from the age of 14. They owned a shop in one of the by streets of West End in London. As they valued quality, they had many customers, so they were prosperous. Galsworthy had a deep respect for them. He even felt that there was something sacred about the shop because the Gesslers were devoted to their work. They would not indulge in unnecessary talk. They paid attention to making good boots and they never cared about the profit. It was a beautiful sight when they traced the outline of the customer's foot on paper. അപ്പോൾ ഈ ഗെസ്ലർ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ബൂട്ട് ഉണ്ടാക്കുന്ന ഷൂ ഉണ്ടാക്കുന്ന രണ്ട് സഹോദരങ്ങളാണ്. അപ്പോൾ ഗാൽസ്വർത്തിക്ക് അവരെ രണ്ടുപേരെയും 14-ാം വയസ്സ് തൊട്ട് അറിയാം. അപ്പോൾ അവർ ബൈ സ്ട്രീറ്റ്സ് ലണ്ടനിലുള്ള ബൈ സ്ട്രീറ്റ്സിൽ ആണ് അവരുടെ ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓരോ സാധനത്തിൻ്റെയും ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ പ്രോസ്പെറസ് ആയിരുന്നു. അപ്പോൾ അവരോട് ഗാൽസ്വർത്തിക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗെസ്ലർ ഇങ്ങനെ വർക്കിൽ ഡിവോട്ടഡ് ആയതുകൊണ്ട് അവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാനായിട്ടൊന്നും നിൽക്കാറില്ല. അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് നല്ല ബൂട്ട് ഉണ്ടാക്കാനും അല്ലാതെ അതിന് പ്രോഫിറ്റ് എനിക്ക് കുറേ പൈസ കിട്ടണം എന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാവണം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. മീൻസ് അങ്ങനത്തെ ആളുകളായിരുന്നു അവർ. അപ്പോൾ അവർ ഈ ഓരോ ആളുടെയും കാലിൻ്റെ അളവ് ഇങ്ങനെ പേപ്പറിൽ വരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്.
The brothers, in their enthusiasm to make the best shoe, went for the best quality of leather. Their shoes never wore out. Uh, and if any mistake was pointed out, they would take it seriously, and sometimes they were ready to compensate the loss of their customers. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഷൂ ഉണ്ടാക്കണം, അത് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ലെതർ യൂസ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ അവരെന്താണ് അത് സീരിയസ് ആയി എടുത്തിട്ട് ഇനി വേണമെങ്കിൽ കോമ്പൻസേഷനായിട്ട് പകരം വേറെ ഷൂ വരെ ഉണ്ടാക്കി കൊടുക്കാൻ അവർ റെഡിയായിരുന്നു. Once Galsworthy had to purchase shoes in another shop. The younger brother felt sad because the company did not give importance to the workmanship. അപ്പോൾ ഒരിക്കലും ഗാൽസ്വർത്തി എന്താണ് മറ്റൊരു ഷോപ്പിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു യങ്ങർ ബ്രദറിന് വളരെ സങ്കടം തോന്നി. കാരണം അവരുടെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കാത്തൊരു കമ്പനിയായിരുന്നു എന്ന് പറയും. Besides, he felt sorry that they had to face competition from such companies who were bent on more profit rather than quality. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. കാരണം എന്താ പറയുക, ഇങ്ങനെ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇവർ ക്വാളിറ്റി മാത്രമേ നോക്കുകയുള്ളൂ, പ്രോഫിറ്റ് നോക്കുന്നില്ല. പക്ഷേ ചിലർ പ്രോഫിറ്റ് നോക്കിയിട്ട് ചെയ്യുമ്പോൾ അവർക്കാവും ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവരുടെ ഏറെ ഇതിൽ ഉണ്ടായിരുന്നു. The younger brother pointed out that the shoes worn by Galsworthy may be pinching him at a particular point. Galsworthy agreed with him. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നുണ്ട് എന്താണ് ഗാൽസ്വർത്തിയുടെ ഷൂ അങ്ങനെ ടൈറ്റ് ആവുന്നു. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം അതിനോട് മീൻസ് ശരിയാണെന്നുള്ളത് പറയുകയും ചെയ്തു. After a long interval, Galsworthy paid a visit to the shop. The brothers did their business in a small shop. Galsworthy, after ordering 3 pairs of boots, left the shop. After some time, the other came to know about the death of the elder brother. Soon, the younger brother also grew weaker, but he delivered the shoes as order by Galsworthy. He found the bill with the shoes. Gessler had never done that before. The other understood that Gessler was living in poverty. He promptly sent the checks to Gessler. When he went to the shop sometime later, he found a new firm in that building. He was told that Gessler had died of starvation. On hearing the news of death of Gessler, Galsworthy was moved beyond words. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഗാൽസ്വർത്തി എന്താണ് ആ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ആ ബ്രദേഴ്സ് ഒരു സ്മോൾ ഷോപ്പിലായിരുന്നു ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാൽസ്വർത്തി 3 പെയർ ഓഫ് ബൂട്ട്സിന് ഓർഡർ കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് പോയി. പിന്നീട് അദ്ദേഹം അറിഞ്ഞു എൽഡർ ബ്രദർ മരിച്ചു പോയിന്ന്. അപ്പം അതേപോലെ തന്നെ യങ്ങർ ബ്രദറിന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഗാൽസ്വർത്തി ഓർഡർ കൊടുത്തിട്ടുള്ള 3 ഷൂവും കൊടുത്തു. അപ്പോൾ ആ ഷൂവിൻ്റെ ഒപ്പം തന്നെ ബില്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഗെസ്ലർക്ക് മനസ്സിലായി, അപ്പോൾ ഗാൽസ്വർത്തിക്ക് മനസ്സിലായി ഗെസ്ലർ ഇതിനു മുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്താണ് ചെക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് പോയപ്പോൾ മനസ്സിലായി അവിടെ ഒരു പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗെസ്ലർ ഇങ്ങനെ വിശപ്പ് മൂലമാണ്, സ്റ്റാർവേഷൻ മൂലമാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം കേട്ടപ്പം മീൻസ് ഗാൽസ്വർത്തിക്ക് എന്താ വാക്കുകളില്ലായിരുന്നു അതിന് എന്ത് പറയും എന്നുള്ളത്. Galsworthy concluded that quality is not respected very much by the present generation of customers. It is responsible for the disappearance of people like Gessler. അപ്പോൾ ഗാൽസ്വർത്തി ഇത് ക്വാളിറ്റി എന്നുള്ള ഈ ഒരു വർക്ക് കൺക്ലൂഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾ ക്വാളിറ്റി എന്നുള്ള സാധനങ്ങളുടെ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാറില്ല ഇന്നത്തെ ജനറേഷനിലുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ അത് കാരണമാണ് ഗെസ്ലറിനെ പോലെയുള്ള നല്ല ആളുകൾ ഡിസപ്പിയർഡ് ആയത്, മീൻസ് ഇല്ലാതായത്, മരിച്ചു പോയത്, മീൻസ് അവർക്ക് നിലനിൽപ്പില്ലാതായതെന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മേബൽ ബൈ W. Somerset Maugham. One Somerset Maugham went to Pagan in Burma. There he met George in a club. The secretary of the club narrated the strange story of George. George was engaged to Mabel, who was a remarkable woman. After his engagement, he returned to Burma. It was arranged that she should join him in 6 months. In the meantime, many problems cropped up, and so the marriage was postponed. One day, George fixed a date for the marriage and wrote to Mabel to come to Rangoon. It was planned that he should marry her on the day of Mabel's arrival, but he had not the nerve to tell her about his change of heart, so he left for Singapore. Before leaving, he wrote a letter to Mabel, asked her to go back to England. On landing at Singapore, he received Mabel's reply expressing her faith in him.
Next he left Bangkok. From there he went to Saigon. He thought that Mabel would not come there. As soon as he reached his hotel, a telegram from Mabel awaited him. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സോമർസെറ്റ് മകൻ പാഗൻ എന്നുള്ള ബർമയിലുള്ള സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്തു ഒരിക്കൽ. അപ്പം അവിടുന്ന് ജോർജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ക്ലബ്ബിൽ വെച്ച് കണ്ടു. അപ്പോൾ അവിടുത്തെ ആ ക്ലബിലെ സെക്രട്ടറി ജോർജിൻ്റെ സ്ട്രേഞ്ച് സ്റ്റോറി പറയുകയായിരുന്നു ചെയ്തത്. ജോർജ് മേബൽ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് എൻഗേജ്മെൻറ്റ് നടന്നു. എന്നിട്ട് അദ്ദേഹം എൻഗേജ്മെൻറ്റിന് ശേഷം ബർമയിലേക്ക് റിട്ടേൺ ചെയ്തു, തിരിച്ചുപോയി. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു, കല്യാണം മാറ്റിവെച്ചു. അപ്പോൾ ഒരു ദിവസം ജോർജ് തീരുമാനിച്ചു എന്താണ്, ഈ മേബലിനോട് രംഗൂണിക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അവൾ എത്തുന്ന ദിവസം കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല. മീൻസ് ഒരു മാരേജിന് റെഡി അല്ലാത്ത പോലെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സിംഗപ്പൂരിലേക്ക് പോയി. അങ്ങനെ സിംഗപ്പൂർക്ക് പോകുന്നതിന് മുന്നേ മേബലിനോട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറഞ്ഞു. എന്നിട്ട് സിംഗപ്പൂരിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മേബലിൻ്റെ റിപ്ലൈ വന്നു. മീൻസ് അവനെ വിശ്വസിച്ചാണ് നിൽക്കുന്നതെന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് ഹി ലെഫ്റ്റ് ബാങ്കോക്ക്. ഫ്രം ദർ ഹി വെൻറ്റ് ടു. അപ്പോൾ പിന്നീട് അദ്ദേഹം ബാങ്കോക്കിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം സൈഗോണിലേക്ക് പോയി. ബാങ്കോക്കിൽ നിന്ന് സൈഗോണിലേക്ക് പോയി. അപ്പം മേബൽ അങ്ങോട്ട് വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ ഹോട്ടലിൽ അദ്ദേഹത്തിനൊരു ടെലഗ്രാം കിട്ടിയിരുന്നു, മേബൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്. George did not want to stay in Saigon. He went to Hong Kong, then to Manila. From there he left for Shanghai, where he feared he would meet Mabel. He went to Yokohama, where a cable from Mabel was delivered to him. He knew that she was on his trial, so he changed his travel plan and went back to Shanghai. There also Mabel's telegram awaited him. അദ്ദേഹം എന്താണ് പിന്നെ സൈഗണിൽ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഹോങ്കോങ്ങിൽ പോയി. പിന്നീട് അവിടുന്ന് മാനിലേക്ക് പോയി. അവിടുന്ന് ഷാങ്കായിലേക്ക് പോയി, മീൻസ് മേബലിനെ കാണാതിരിക്കാനായിട്ട്. പിന്നീട് അദ്ദേഹം യോക്കോഹാമയിൽ പോയി. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, മേബലിൻ്റെ ഒരു കേബിള് മീൻസ് ഒരു ലെറ്റർ മീൻസ് അദ്ദേഹത്തിന് കിട്ടി. അതിനുശേഷം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പാത അവൾ പിന്തുടരുകയാണ്, മീൻസ് അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നുണ്ട് ഇവളെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാവൽ പ്ലാൻ മാറ്റിയിട്ട് പിന്നെ ഷാങ്കായിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് മേബലിൻ്റെ ഒരു ടെലഗ്രാം അദ്ദേഹത്തിന് കിട്ടി. നെക്സ്റ്റ് ജോർജ് ചോസ് ചങ്കിങ്, വെയർ നോ വിസിറ്റേഴ്സ് കുഡ് കം ടിൽ ദ following spring. A woman could never come there alone. He met the council and spent many weeks there lazily. One morning when George and the council were looking at some curios, the door of the council's office was thrown open. A chair borne by 4 colleagues entered. Mabel stepped out, much to the shock and surprise of George. She threw the final bombshell by saying that she wanted her marriage to be solemnized in the very presence of the council then and there. പിന്നത്തെ ദിവസം എന്താണ്, അദ്ദേഹം ചങ്കിങ്ങിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈ സ്പ്രിംഗ് സീസൺ സമയത്ത് ആരും വിസിറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം അവിടെ കൗൺസിലിൻ്റെ കൂടെ കുറച്ച് ദിവസം അങ്ങനെ വെറുതെ ചിലവഴിച്ചു. അപ്പോൾ ഒരു ദിവസം രാവിലെ ജോർജും കൗൺസിലും കൂടെ എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ആ സമയത്താണ് കൗൺസിലിൻ്റെ ഓഫീസ് പെട്ടെന്ന് തുറക്കപ്പെട്ടത്. അപ്പോൾ ഒരു കസേര ചുമന്നുകൊണ്ട് 4 കൂലികൾ എൻട്രി ചെയ്തു. അപ്പം മേബൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് മീൻസ് ജോർജ് ആകെ ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡും ആയിപ്പോയി. അപ്പോൾ അവൾ അവസാനത്തെ ബോംഷെൽ എന്ന് പറഞ്ഞാൽ മീൻസ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സർപ്രൈസിങ് ഇവൻ, എസ്പെഷ്യലി അൺപ്ലസൻറ്റ് വൺ. ഒരാളെ സന്തോഷം ഉണ്ടാക്കുന്ന അല്ലാത്തൊരു കാര്യമാണ്. എന്താണ് പറഞ്ഞു വെച്ചാൽ അവരെ മാരേജ് അവിടെ വെച്ച് നടത്തണം, കൗൺസിലിൻ്റെ പ്രസൻസോട് കൂടി അവിടെ വെച്ചിട്ട് നടത്തണം എന്ന്, ചങ്കിങ്ങിൽ വെച്ച് നടത്തണം എന്ന് അവൾ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു.